അള്ളാഹുവിന്റെ വഴിക്ക് വരണം. ഈ ജീവിതം എല്ലാം സമ്മാനിക്കുന്ന ഒരു ജീവിതമല്ല. നിങ്ങൾക്ക് എല്ലാ സാറ്റിസ്ഫാക്ഷൻ നൽകാൻ ഈ ലോകത്തിന് കഴിയില്ല. ഈ ലോകം അതിന് പ്രാപ്തമല്ല. അതിന് കഴിയുന്ന ഒരു ലോകം സ്വർഗമാണ്. സ്വർഗമാണ് ജന്നാതു അദിൻ. ജന്നാതു അദിൻ യദ്ഖുലൂനഹാ ومن صلح من آبائهم وأزواجهم وذرياتهم والملائكة يدخلون عليهم من كل باب سلام عليكم بما صبرتم فنعم عقبى الدار جنات عدن يدخلونها. അള്ളാഹുവിന്റെ ജന്നത്തു അദിനിലേക്കാണ് നിങ്ങൾക്ക് പോവാനുള്ളത്, പരിശുദ്ധമായ സ്വർഗലോകത്തേക്ക്. യദ്ഖുലൂനഹാ, സത്യവിശ്വാസികൾ അങ്ങോട്ട് കയറി ചെല്ലും. വമൻ സ്വലഹ മിൻ ആബാഇഹിം, അവരുടെ ഉമ്മയിൽ നിന്ന് വാപ്പയിൽ നിന്ന് നല്ലവരായ ഉമ്മയും ഉപ്പയും അവിടെയുണ്ടാകും. വഅസ്വാജിഹിം, അവരുടെ ഭാര്യമാരുണ്ട്, പെണ്ണുങ്ങളോടൊപ്പം അവരുടെ ഭർത്താക്കന്മാരുണ്ട്, നല്ലവരായവർ. വദുർരിയാതിഹിം, മക്കളിൽ കള്ളുകുടിയന്മാരായി പോവാത്ത, മയക്കുമരുന്നിനടിമകളായി പോവാത്ത നല്ല മക്കളും ഉമ്മവാപ്പമാരുടെ കൂടെയുണ്ട്. വൽമലായിക, അല്ലാഹുവിന്റെ മാലാഖമാർ സ്വർഗത്തിന്റെ ഓരോരോ വാതിലിലൂടെ കടന്നു വരികയാണ്. നിങ്ങളുടെ വീടുകളിലേക്ക് വരും. സ്വർഗത്തിലെ വീട്, ദുന്യാവിലെ വീട് ഒരാൾക്ക് അറിയുന്നതിനേക്കാളും സ്വർഗത്തിന്റെ വീട് ഒരാൾ അറിയുമെന്ന് നബിയുനാ റസൂലുള്ളാഹ്. നിങ്ങൾക്ക് സ്വന്തം വീട്ടിലേക്ക് ആരോടും വഴി ചോദിക്കേണ്ടതില്ലാത്ത വിധം സ്വർഗലോകത്ത് അല്ലാഹു നിങ്ങൾക്ക് ഒരുക്കി വെച്ച വീടുകൾ ഒരാളും വഴി പറഞ്ഞു തരാതെ നിങ്ങൾ അങ്ങോട്ട് നടന്നു ചെല്ലുക തന്നെ ചെയ്യുമെന്ന് ഹബീബുനാ റസൂലുള്ളാഹ്. അല്ലാഹു നമുക്ക് ആ ഭാഗ്യം നൽകട്ടെ. അല്ലാഹുവിന്റെ മലക്കുകൾ അവിടെ വന്നിട്ട് പറയുകയാണ്, സലാമുൻ അലൈക്കും. വീട്ടുകാരെ, നിങ്ങൾക്ക് സമാധാനമുണ്ട്, നിങ്ങൾക്ക് രക്ഷയുണ്ട്, നിങ്ങൾ ഒട്ടും പേടിക്കണ്ട. നിങ്ങളെ ആരും ഇവിടെ നിന്ന് ആട്ടിയോടിക്കൂല. ഇത് നിങ്ങളുടെ നാടല്ല, ജന്മനാടെന്ന് പൊയ്ക്കോ എന്ന് പറയാൻ ഈ സ്വർഗലോകത്ത് ആരുമില്ല നിങ്ങളോടത് പറയാൻ. ഇത് സ്വർഗമാണ്, ഇത് റബ്ബിന്റെ സ്വർഗമാണ്. ഇവിടെ നിന്ന് ആരും നിങ്ങൾ ആട്ടിയോടിക്കില്ല. സലാം, ഇത് സമാധാനമുള്ള വീടാണ്, ഇത് ദാറുസ്സലാമാണ്. ബിമാ സബർതും, നിങ്ങൾ ക്ഷമിച്ചവരായിരുന്നില്ലേ? കൂട്ടുകാര് മുഴുവനും കള്ളുകുടിക്കുകയും കൂട്ടുകാര് മുഴുവനും മദ്യപാനികളാവുകയും മയക്കുമരുന്നടിക്കുകയും ചെയ്തപ്പോ വേണോ ഒന്ന് തൊട്ടു നോക്കടോ, ഒന്ന് രുചിച്ചു നോക്കടോ, ഒരു അരക്കപ്പ് കുടിച്ചു നോക്ക്, ഫ്രീ ആണ്, എന്റെ വകയാണ്, നീ കാശ് തരണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് വിദേശ മദ്യം വിളമ്പിക്കൊടുത്ത് അവന്റെ കയ്യിൽ കൊടുത്തിട്ട് അവന്റെ കണ്ണ് തുറിച്ചുപോയി. റബ്ബേ, കള്ളുകുടിയനല്ല എന്ന് വിചാരിച്ച എന്റെ സുഹൃത്ത് പോലും കേരളത്തിന്റെ ബോർഡർ കഴിഞ്ഞപ്പോൾ മദ്യപാനം തുടങ്ങുകയായി. ബാംഗ്ലൂരും മൈസൂരും ഊട്ടിയിലും നമ്മുടെ തൊട്ടടുത്ത നഗരങ്ങളിൽ തന്നെ. പിന്നെയുണ്ടോ രാജ്യം വിട്ടാൽ? പടച്ചവനെ, ആ നേരം ഒന്ന് കുടിച്ചടോ, ഇത് എന്റെ വകയാണ്, നിന്റെ കാശ്, നിന്റെ റൂം, നിനക്ക് ഭക്ഷണം എന്റെ വകയാണ്, കുടിച്ചോ എന്ന് തന്റെ കൂട്ടുകാരൻ പറഞ്ഞപ്പോ വേണ്ട വേണ്ട എന്ന് പറഞ്ഞ് നിങ്ങൾ ക്ഷമിച്ചവരായിരുന്നില്ലേ? വ്യഭിചരിക്കാൻ നിങ്ങളെ കൊണ്ടുപോയപ്പോ വിവാഹിതനായതിന്റെ മുമ്പ് തന്നെ യൗവനം നിങ്ങളിൽ തുളുമ്പി നിൽക്കുന്ന നേരം, ശരീരത്തിന് പല ചിന്തകൾ വരുന്ന നേരം, ആഭാസങ്ങൾ ചെയ്യണമെന്ന് തോന്നുന്ന നേരം, കാണാൻ ഭംഗിയുള്ള പെൺപിള്ളേരുടെ പിന്നാലെയൊക്കെ പൂവാലന്മാരോടി നടക്കുന്ന കാലം, വ്യഭിചാരത്തിനൊരവസരം നിന്റെ കൺമുമ്പിൽ വരികയും നിന്റെ കൂട്ടുകാരെല്ലാം നിർലജ്ജമാ തെറ്റ് ചെയ്യുകയും ചെയ്തപ്പോൾ വേണ്ട 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 വേണ്ട, ഞാനത് ചെയ്യില്ല എന്ന് പറഞ്ഞ് നീ ക്ഷമിച്ചവനായിരുന്നില്ലേ? സലാമുൻ അലൈക്കും ബിമാ സബർതും, നിങ്ങൾ ക്ഷമിച്ചില്ലേ? അതിനല്ലാഹു നൽകുന്ന കൂലിയാണ് ഈ സ്വർഗം. സല്ലു അലൻ നബി മുഹമ്മദിൻ വആലി. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه.
ഒരുപാട് സ്വലാത്ത് നമ്മുടെ ഹബീബിന്റെ ഹദറത്തിലേക്ക് എത്തും. അള്ളാഹു എത്തിച്ചു കൊടുക്കട്ടെ, അവിടുത്തെ അള്ളാഹു സന്തോഷിപ്പിക്കട്ടെ.